നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നിങ്ങൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്കറിയില്ല ആ പേഴ്സണ് നിങ്ങളോട് എന്ത് ഫീലിങ്സ് ആണുള്ളതെന്നല്ലേ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കും. അതാണിത്. 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട്, പിന്നെ അവരുടെ ഉദ്ദേശം എന്താണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട്, പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ ഇത് റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാർഡ്സ് സെലക്ട് ചെയ്തോളൂ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. 1, 2, 3 റീഡിങ്ങിൽ പോവാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും നമുക്ക് മാറ്റി വയ്ക്കാം. മൂന്നാമത്തെ കാർഡ്, ഇത് രണ്ടാമത്തെ കാർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ ശിവായ, ദിവ്യമേ മഹാമായ, ദിവ്യമേ മഹാമായ, ദിവ്യമേ മഹാമായ. അപ്പോൾ നമുക്ക് നോക്കാം. ഭഗവാനെ നിങ്ങൾ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആളുകളാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ചക്രാസിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും പ്രശ്നമില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം തോന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ചക്രാസിൻ്റെ ബ്ലോക്ക് കൊണ്ടാണ് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഒരു ചിന്ത വരുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമുള്ള ആൾക്കാരാണ് ഈ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ കേട്ടോ. ദൈവാനുഗ്രഹമുള്ളവരാണ്, അതൊരു ഭാഗ്യമാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പം ദൈവത്തിൻ്റെ ഒരു കണ്ണ് നിങ്ങളുടെ മേലിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ കണ്ണിൽ കൊള്ളേണ്ട കാര്യങ്ങൾ പിരുകത്ത് കൊണ്ട് മാറ്റുക, അങ്ങനെയാണ് ദൈവം ചെയ്യുക. അപ്പോൾ കാരണം ചില നമ്മളുടെ വിധി പോലെ, യോഗം പോലെ ആയിരിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമായിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളെ അത്ര വലിയ പ്രശ്നമാക്കാതെ നിങ്ങൾ അനുഭവിക്കാനുള്ള പ്രശ്നങ്ങളെ വളരെ ചെറുതാക്കി അങ്ങനെ ഒരു ഇത് വരുന്നത്, അതാണ് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ അത് കുറച്ച് തരാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഫലം കുറയ്ക്കുക, ചീത്ത ഫലം കുറയ്ക്കുക, നല്ല ഫലം കൂട്ടുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ജസ്റ്റിസ് റിവേഴ്സാണ്. ഇത് 2 ഡൈവോഴ്സ് ചെയ്ത 2 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണോ, അതല്ലെങ്കിൽ ഇതൊരു കള്ളത്തരമുള്ളൊരു റിലേഷൻഷിപ്പാണോ? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല, 2 പേർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. അതുപോലെ തന്നെ മറ്റാരും അറിയരുത്
അവരുടെ. അപ്പോൾ എന്ത് ചോദിച്ചാലും ആരും ചോദിച്ചാൽ എനിക്ക് അവരോട് അത്ര അങ്ങനത്തെ ബന്ധമൊന്നുമല്ല, ഞങ്ങൾ വെറും ഫ്രണ്ട്സാണ് എന്ന് പറയുന്ന ഒരുതരം റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരാൾക്ക് മറ്റേ ആളോടുള്ള ഫീലിങ്സ് രണ്ടു പേർക്കും അറിയില്ല. മനസ്സിലായോ? സംശയങ്ങളാണ്. ശരിക്കും ഇഷ്ടമുണ്ടോ, വെറുതെ ആണോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുളമാകുമോ, പ്രശ്നമാകുമോ എന്നൊക്കെ ഒരു ചിന്ത ഉള്ള പോലെ. ഇത് ലീബ്ര സോഡിയാക് സൈനാണ്. അപ്പോൾ സത്യം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രണ്ട് പേര്, സത്യമായ ഫീലിങ്സ് മറ്റൊരാളോട് പറയാൻ മടിക്കുന്ന രണ്ട് പേര്, സത്യം പറയാൻ മടിയുള്ള രണ്ട് പേര്. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റ് ഇത്തിരി കുഴപ്പമുള്ളതാണെങ്കിൽ പാസ്റ്റ് എല്ലാം മറച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പല റിലേഷൻഷിപ്പിലുള്ള ഒരാൾ അത് പറയാതെ ഒരാളോട് റിലേഷൻഷിപ്പ് വെക്കുക. മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ക്വീൻ ഓഫ് സ്വേർഡ്സ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിട്ട്, ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? ഇത് പക്ഷേ വളരെ ഡയറക്റ്റാണ്. അങ്ങനത്തെ ഒരു എനർജിയാണെന്ന് വെച്ചാൽ മുഖത്ത് നോക്കി കാര്യം പറയുന്ന ഒരു എനർജിയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സാണ്. ഇവിടെ കുറേ ദൗർഭാഗ്യകരമായ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ സംസാര രീതി കൊണ്ടായിരിക്കാം. ഇവരെപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു എനർജിയാണ്. ഇവരുടെ മനസ്സ് നല്ലതാണെങ്കിലും ഇവരുടെ പെരുമാറ്റം ഭയങ്കര റൂഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവരെ തെറ്റിദ്ധരിക്കും എപ്പോഴും. എന്നുവെച്ചാൽ ഒരു ഭയങ്കര ക്രൂരമായ മനസ്സുള്ള ഭയങ്കര ക്രൂരതയുള്ള എനർജിയാണ് എന്നാണ് ഇവരെക്കുറിച്ച് പൊതുവെ ചിന്തിക്കുക. ഓക്കെ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ലീബ്ര, ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ് ഇവിടെ. അപ്പോൾ ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ ആ ഡിവോഴ്സ് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്, മറ്റേയാൾ ആഗ്രഹിക്കുന്നില്ല. ആ ആഗ്രഹിക്കുന്ന ആൾ വാശി കൊണ്ട് ഡിവോഴ്സ് നടന്നേ പറ്റുള്ളൂ. ഒരാൾ റെസിസ്റ്റ് ചെയ്യുന്ന ഡിവോഴ്സിന്, ഒരാൾ ഡിവോഴ്സ് നടന്നേ പറ്റുള്ളൂ. എനിക്കിനി വേണ്ട, ഇത് സ്നേഹമുണ്ടെങ്കിൽ പോലും ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഞാൻ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് ഞാൻ പുറകിലേക്ക് പോകില്ല എന്ന് വാശിയുള്ള പോലെ കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ചിലപ്പോൾ ഡിവോഴ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിവോഴ്സ് ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണ്, പക്ഷെ സിറ്റുവേഷൻ കൊണ്ട് ഡിവോഴ്സിലേക്ക് പോയാലും മനസ്സുകൊണ്ട് രണ്ടുപേരും അകലുന്നില്ല. ഇപ്പോഴും മനസ്സുകൊണ്ട് അടുത്ത് തന്നെയാണ്. പക്ഷെ ഒരാൾ ഭയങ്കര ക്രൂരമായിട്ട് അല്ലെങ്കിൽ റൂഡായിട്ട് വാശിപ്പുറത്തിരിക്കുന്ന ഒരാളാകുമ്പോൾ സത്യം പറയില്ല, ഇഷ്ടമാണോ ഇഷ്ടമല്ലേ. പക്ഷെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും ചിലർക്ക്. മനസ്സിലായി? എന്നാലും തീരുമാനം എടുത്തല്ലോ നമുക്ക് പിരിയാം എന്ന് ഒരു നിമിഷത്തിൻ്റെ ആ ദേഷ്യത്തിൽ പറഞ്ഞത്, ആ വാക്കിന് വ്യവസ്ഥ വേണം. അത് ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല. എനിക്ക് സ്നേഹമുണ്ട്, നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പിരിയാം എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലത്തെ ഒരു എനർജിയും കൂടെ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് വെച്ചാൽ സ്വയം നശിച്ച് മറ്റേയാളെ കൊല്ലാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് കറണ്ട് സിറ്റുവേഷൻ, നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഇത്രയും കാർഡ്സ് വന്നു, കുറച്ചധികം ഉണ്ട്, നമുക്ക് നോക്കാം. എന്നാലും ഒരു സ്റ്റക്ക് എനർജിയാണ്. പിന്നെയും ഈ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്ന, പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും, ഞാൻ ഇതിന് പുറകെട്ട് പോവില്ല എന്ന് വളരെ വാശിയോടെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? വളരെ നെഗറ്റീവായ ഒരു എനർജിയാണ്. രണ്ട് സ്ത്രീകളെയാണ് കാണിക്കുന്നത്. രണ്ട് സ്ത്രീകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോൾമേറ്റ് കണക്ഷൻ. ഇവിടെ ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു ഭയങ്കരമായ സ്നേഹബന്ധം, അത് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടിട്ടായിരിക്കും അത് അങ്ങോട്ട് നാശമായി. മനസ്സിലായോ? വളരെ വിശ്വാസമില്ലായ്മ, അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകളില്ല, ഇനി ഞാൻ അതിനകത്തേക്ക് കയറില്ല എന്നൊരു വാശി, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായി? അത് ചില സമയത്ത് നമുക്ക് പറ്റും. നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്ത് കഴിയുമ്പോൾ അയാളുടെ സ്വഭാവം നമുക്ക് കുറേ കഴിയുമ്പോൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, കുറേ കഴിയുമ്പോൾ അത് അങ്ങോട്ട് പറ്റുന്നില്ല. പറ്റാത്തപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കും. പിന്നെ ആരൊക്കെ വന്ന് കാല് പിടിച്ചാലും ഞാൻ മാറിക്കോളാം, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് മാറാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണാണോ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത്?
നിങ്ങളാണോ? നിങ്ങളുടെ പേഴ്സണാണോ? നിങ്ങളാണെങ്കിൽ നിങ്ങൾ റീഡിങ് കാണേണ്ട കാര്യമില്ലല്ലോ എന്തായാലും. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പിന്നെ ഇവിടെ ജെമിനായി. ഒരു ലവ് റിലേഷൻഷിപ്പ് അപ്പുറം നശിക്കാൻ ഒരു മീൻസ് ഇല്ല ഇനി. അത്രയും നശിച്ചു പോയി റിലേഷൻഷിപ്പ്. ഭയങ്കര സ്നേഹമായിരുന്നു രണ്ടുപേരും, അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള ഒരു എനർജി ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു റിലേഷൻഷിപ്പിൽ? നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? കാരണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇതൊരു റിലേഷൻഷിപ്പ് ആണ് എന്ന് പോലും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ല, മനസ്സിലായി? അതുപോലെ മറ്റേയാളുടെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കിയില്ല. അപ്പോൾ നിങ്ങൾ പല റിലേഷൻഷിപ്പിലായിരുന്നു. ഇവിടെ ഒരു ബിട്രയൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ചതിക്കുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇതൊരു ലൂസ് റിലേഷൻഷിപ്പ് പോലെ, ഇതൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാത്ത റിലേഷൻഷിപ്പ് പോലെ. അതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഉദ്ദേശം ഇതായിരുന്നു. നിങ്ങൾ ഒരിക്കലും കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അവസാനം നിങ്ങളാണ് റിലേഷൻഷിപ്പിനെ ഒരു ടവർ മൊമെൻറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്, മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് സ്നേഹത്തിൽ വിശ്വാസമില്ല. അപ്പോൾ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പേഴ്സണെ നിങ്ങൾ ഡൗട്ട് ചെയ്തു. എന്നിട്ട് മാക്സിമം ആ പേഴ്സണെ ഉപദ്രവിക്കാമെന്ന് അത്രയും നിങ്ങൾ ഉപദ്രവിച്ചു. വിശ്വാസമില്ലായ്മ, ആ പേഴ്സണെ ചീറ്റ് ചെയ്യുക, ഇതെല്ലാം നിങ്ങൾ ചെയ്തു, മനസ്സിലായി? നിങ്ങൾ പല റിലേഷൻഷിപ്പിൽ നിന്നു. അത് അവസാനം പോയിട്ട് ഒരു ടവർ മൊമെൻറ്റിലേക്ക് പോയി, നശിച്ചു പോയി. അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇത് അവസാനിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് സത്യം വെളിവായപ്പോൾ നിങ്ങൾക്ക് അതൊരു ഒയ്യോ എന്നായിട്ടിരിക്കുകയാണ് നിങ്ങൾ. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അറിയില്ല, നോക്കട്ടെ. സ്കോർപ്പിയോ ആണ് ഇവിടെ. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ അവരെന്താണ് ഉദ്ദേശിച്ചത്? എല്ലാം റിവേഴ്സ് ആണല്ലോ. പോസിറ്റീവ് കാർഡ്സ് ഉണ്ട്, പക്ഷെ എല്ലാം റിവേഴ്സ് ആവുന്നത്. ഓക്കെ, അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ കമ്മിറ്റ്മെൻറ്റ് തരണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് വന്നത്. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു അവർ. അപ്പോൾ ഒരു വഴി കാണാതെ അപ്പോൾ ഇവർക്കും വളരെ ബാഡ് ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിൽ കയറിയിട്ട് നിങ്ങൾ അത് പുറത്ത് കാണിച്ചു. ഇവരെ ഇൻസൾട്ട് ചെയ്യുക, ഇവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക ഒക്കെ ചെയ്തു. നിങ്ങൾ കളിയാക്കുകയും അവരുടെ സ്നേഹത്തിനെ വിശ്വസിക്കാതിരിക്കുകയും അവരെ ചതിക്കുകയൊക്കെ നിങ്ങൾ ചെയ്തു. ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഈ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് നിങ്ങളുമായിട്ട്, മനസ്സിലായി? കാരണം ആ സമയത്ത് ഈ പേഴ്സണ് ആരെങ്കിലും അത്യാവശ്യമായിരുന്നു, ഒരു റിലേഷൻഷിപ്പ് അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഒരു പ്ലാനിങ് ഇല്ലാതെ വന്ന് കയറിയതാണ്. ഫ്യൂച്ചർ വേണോ വേണ്ടയോ, കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണ്ട, ഇതിപ്പോൾ നമുക്ക് കുറച്ച് നാൾ ഇങ്ങനെ നടന്നിട്ട് ഞാൻ പൊക്കോളാം എന്ന ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്ന് കയറിയത്. അതായിരുന്നു അവരുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ നിങ്ങളും ഈ റിലേഷൻഷിപ്പ് എന്താ പറയുക, ഇതിൽ അധികം കമ്മിറ്റ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട, കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് കമ്മിറ്റ്മെൻ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ആദ്യം നിങ്ങൾ ഉഴപ്പാൻ തുടങ്ങിയത്? മനസ്സിലായോ? നോക്കട്ടെ. ഇനി ഇപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പോൾ അവർ നിങ്ങളോട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഈ സഹകരണം അവസാനിച്ചു എന്നൊരു ചിന്ത, മനസ്സിലായോ? ഈ പേഴ്സൺ ഭയങ്കര പൈസയുള്ള ഒരു എനർജിയാണ്, ഇഷ്ടം പോലെ പൈസയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒപ്പം ജോലി ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം, പക്ഷേ ആ സിറ്റുവേഷൻ അവസാനിച്ചു എന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. കാരണം ഈ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് രണ്ടുപേരും ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ രണ്ടുപേരും കയറിയത്. രണ്ടുപേരും വന്ന് വീണതായിരിക്കാം ഈ റിലേഷൻഷിപ്പിലേക്ക്. പക്ഷേ നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കില്ലെന്ന വിശ്വാസത്തിൽ നിങ്ങൾ ഇവിടെ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തില്ല, നിങ്ങൾ ഉഴപ്പി. അതേപോലെ തന്നെ ഈ പേഴ്സൺ വന്ന് കയറിയത് ഒരു എനർജിയിൽ നിങ്ങളോടുള്ള ആ പേഴ്സൻ്റെ സ്നേഹം വേറൊരു ഇതിലാണ്. പിന്നെ നിങ്ങളോട് സ്നേഹം ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത് ഈ പേഴ്സൺ, മനസ്സിലായോ? പേഴ്സൺ പ്രതീക്ഷിച്ചില്ല നിങ്ങളുമായിട്ട് അവർ സ്നേഹത്തിലാകുമെന്ന്. പക്ഷേ നിങ്ങളുടെ ആ എനർജി ഉഴപ്പും, നിങ്ങളുടെ ആ എനർജി ഈ പേഴ്സൺ എന്നെ സ്നേഹിക്കില്ല എന്ന ആ ഒരു ചിന്ത നിങ്ങൾ അവസാനം വരെ കൊണ്ടെത്തി. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയും നാശത്തിലേക്ക് പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടുപേർക്കും മനസ്സിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും ഇത് റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകില്ലെന്ന് വിചാരിച്ച് കയറിയിട്ട് ഒരാൾ കയറി സീരിയസ് ആയി,
അയാൾ നിങ്ങളോടുള്ള ഈ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം പതുക്കെ പതുക്കെ ഈ പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങളോട് അഗാധമായ സ്നേഹം വന്ന് കയറുകയാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഉപേക്ഷിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിച്ചില്ല. പക്ഷെ നിങ്ങൾ ഇവർ പുറംപൂച്ച് കാണിച്ചതാണ്. കാരണം നിങ്ങളുടെ ഈഗോ ഹേർട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അഭിനയിച്ചത്. നിങ്ങൾക്ക് ഇതിൽ സീരിയസ്നെസ് ഇല്ല, ഞാൻ കമ്മിറ്റ്മെൻറ്റ് തരില്ല എന്ന്. പക്ഷെ അത് നെഗറ്റീവായിട്ട് വന്നു. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും, സഹകരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇനി എനിക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. സ്കോർപ്പിയോ ആണത്. അയ്യോ കഷ്ടമായി. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ അവരോടുള്ള ഫീലിങ്സ്? നിങ്ങൾക്ക് എന്താണ് ഫീലിങ്സ് അവരോട്? നിങ്ങൾ ഭയങ്കര ഇംപേഷ്യൻ്റ് ആണ്. മനസ്സിലായോ? എന്നുവെച്ചാൽ നിങ്ങൾ പേഴ്സണുമായിട്ട് ഒന്നും ഷെയർ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ തൽക്കാലത്തേക്ക് റിലേഷൻഷിപ്പ് പൊക്കോട്ടെ, എനിക്ക് സെൽഫ് ലവ് ആണ്, ഞാനിനി എൻ്റെ കാര്യം നോക്കാൻ പോവുകയാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അത് എന്തുകൊണ്ടാണത്? നിങ്ങളുടെ ഈഗോ കൊണ്ടാണ്. ഈ റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആകാമായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇതൊരു നെഗറ്റീവ് ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ സ്നേഹം മറച്ചു വെച്ചു. ഇപ്പോഴും നിങ്ങൾ മറച്ചു വെക്കുകയാണ്. ഈ പേഴ്സണോട് ഒരിക്കലും നിങ്ങളുടെ സ്നേഹം കാണിച്ചില്ല. നിങ്ങൾ പക്ഷേ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരുന്നു. പക്ഷെ അതെല്ലാം പോയിപ്പോൾ. മനസ്സിലായി? അത് നിങ്ങളുടെ ഈഗോ കൊണ്ടിട്ടാണ് നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണോട് സ്നേഹം പറയാതിരുന്നത്. ഇതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആണോ? ഇതൊരു രാജാവും എംപ്രസ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടികളുള്ള ഒരു മാരീഡായ രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണോ ഇത്? എന്തായാലും ഇത് പോകുന്നത് ഒരു നെഗറ്റീവ് ഇതിലേക്കാണ്. സ്നേഹമില്ലായ്മയല്ല, രണ്ടുപേർക്കും സ്നേഹമുണ്ട്. പക്ഷേ പുറത്തേക്ക് കാണിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും. അത് നിങ്ങൾക്ക് ഭയങ്കര ഈഗോ ആണ്. മറ്റേ ആൾ ചിലപ്പോൾ ആദ്യമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും സ്നേഹം കാണിക്കാനായിട്ട്. നിങ്ങളത് ചവിട്ടി മെതിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ പേഴ്സൺ ഓക്കെ പോണെങ്കിൽ പോട്ടെ, മതിയായി എനിക്ക് എന്ന ഒരു എനർജി വരുന്നുണ്ട് ഇവിടെ. മനസ്സിലായി? ടോറസ് ലീബ്രയാണ് ഇവിടെ കാണിക്കുന്നത്. ലീബ്രയിലാണ് തുടങ്ങിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാണ് റിലേഷൻഷിപ്പ് പോകുന്നത്? നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, അബാൻഡൻമെൻറ്റിലേക്കാണ്. ഓ, റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കും. ഇത് അവസാനിക്കാൻ പോവുകയാണ് റിലേഷൻഷിപ്പ്. കേട്ടോ, ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ പോവുകയാണ്. രായ്ക്ക് രാമായണം സ്ഥലം വിടും ഒരാൾ, നിങ്ങളോ അല്ലെങ്കിൽ ഈ പേഴ്സണോ. മിക്കവാറും ഈ പേഴ്സണായിരിക്കും ഇറങ്ങി പോകാൻ പോകുന്നത്. നിങ്ങളോടൊന്നും പറയാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു സിഗ്നലാണ് നിങ്ങൾ ഈ പേഴ്സണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മാറ്റർ ചെയ്യുന്നേ ഇല്ല ഈ പേഴ്സൺ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലും. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത്, ഞാനങ്ങ് ഇറങ്ങി പോകും. ചിലപ്പോൾ നിങ്ങളത് അറിയുകൂടി ഇല്ല എന്നൊരു ചിന്ത ഈ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. വളരെ കഷ്ടമായി പോയി. ഇതൊരു അബാൻഡൻമെൻറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഇഷ്ടം. ഓക്കെ, അപ്പം ഞാൻ എല്ലാ സോഡിയാക് സൈനും പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ എംപ്രസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എംപ്രസിന് ഈക്വൽ ആയിട്ടുള്ള വേറൊരു കാർഡും വന്നിട്ട് രണ്ടും റിവേഴ്സാണ് വന്നത്. വളരെ ഒട്ടും ഗ്രോത്ത് ഇല്ല റിലേഷൻഷിപ്പിൽ, മുമ്പോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനും ഇല്ല എന്നാണ് പറയുന്നത്. ടോറസ്, ലിബ്ര, സ്കോർപ്പിയോ, ബാക്കി എല്ലാ സോഡിയാക് സൈൻസും ഉണ്ട്. സ്ട്രോങ് ആയിട്ട് കാണിച്ചത് ഇതൊക്കെയാണ്. ഞാൻ ഈ പറയുന്ന സോഡിയാക് സൈനാണ്. ഭഗവാനെ, സ്കോർപ്പിയോ, ജെമിനായ്, ക്യാൻസർ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ലീബ്ര. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. കേട്ടോ, എന്താ പറയുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ കാർഡ് അല്ലേ? ഇതല്ലേ രണ്ടാമത്തെ കാർഡ്? എനിക്ക് കൺഫ്യൂഷനായി. ഇത് രണ്ടാമത്തെ കാർഡ് കേട്ടോ. ഇനിയിപ്പോൾ ഇതല്ല രണ്ടാമത്തെ കാർഡെങ്കിൽ ഞാൻ ആ സെലക്ട് ചെയ്തതിൽ എന്തെങ്കിലും രണ്ടാമത്തെ കാർഡ് മറ്റേ ഇനി വരുന്ന കാർഡാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കണം കേട്ടോ. എന്നോട് ക്ഷമിക്കണേ. കാരണം എനിക്ക് റീഡിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് റിലേ പോയി. ഇപ്പം എനിക്ക് സംശയം ഏത് കാർഡാണ് രണ്ടാമത്. ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഭഗവാനെ. അപ്പോൾ ഇത് രണ്ടാമത്തെ കാർഡ്.
പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു എനിക്ക്, ഇടയ്ക്കുള്ളതാണ് സൈക്കോ. ഓക്കെ, പോട്ടെ. അപ്പോൾ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ നമഃ ശിവായ. ഓം നമഃ ശിവായ. ദേവി അമ്മേ മഹാമായി, 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 ദേവി അമ്മേ മഹാമായി. ഇതിനകത്ത് ഓക്കെ ഭഗവാനെ, അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് 1 2 3 4 കാർഡ്സാണ് വന്നേക്കുന്നത്. ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് വളരെ ആത്മാർത്ഥമായിട്ടും ശുദ്ധ ഹൃദയത്തോടും കൂടി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾക്ക് എന്തിനോടോ ഭയങ്കരമായ അഡിക്ഷൻ ഉണ്ട്. അതൊരു സബ്സ്റ്റൻസ് ആവണമെന്നില്ല, അത് മദ്യമാവണമെന്നില്ല, ഒരു പേഴ്സണോടുള്ള അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്സെഷൻ. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഒബ്സെസ്ഡ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്ന ഒരു എനർജി ആവാനും ചാൻസ് ഉണ്ട്, അഡിക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ വെക്കണം. നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങൾ കൺട്രോൾ വെക്കണം. ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് പെരുമാറണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം, ആരോടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ സംസാരത്തിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് പറയുന്നത്. രീതി മാറുമ്പോൾ, സംസാര രീതി മാറുമ്പോൾ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക് മാറുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി 3 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്. ഇത് ചിലപ്പോൾ ഒപ്പം ജോലി ചെയ്യുന്ന 2 പേരായിരിക്കാം, മനസ്സിലായോ? എന്നിട്ട് ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് ചിലപ്പോൾ ഒരാൾ റിസൈൻ ചെയ്ത് പോവുകയോ മാറ്റം കിട്ടി പോവുകയോ അങ്ങനെ എന്തോ ഒരു ഇത്. എന്തായാലും ഇപ്പോൾ സഹകരണമില്ല, ഇപ്പോൾ സംസാരമില്ല, ഇപ്പോൾ മീറ്റിങ്സ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണത്. അപ്പോൾ സഹകരണമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ പണ്ടത്തെ പോലെയുള്ള ആ ഒരു കോണ്ടാക്റ്റ് ഇപ്പോൾ ഇല്ല. പണ്ട് ഒപ്പമായിരുന്നപ്പോൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു നിങ്ങൾ, പക്ഷേ ചിലപ്പോൾ സ്ഥലം മാറിയപ്പോൾ ഇപ്പോൾ ആ പഴയ ഒരു കമ്പാനിയൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല ആ പേഴ്സണുമായിട്ട്. അങ്ങനൊരു കാര്യം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ പേഴ്സൺ ആവശ്യപ്പെട്ട് ട്രാൻസ്ഫർ മേടിച്ച് പോയതാവാം, ജോലി വേണ്ടാന്ന് വെച്ചതാവാം. ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണം, മനസ്സിലായോ? കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നമുണ്ട്. കിങ് ഓഫ് സ്വേർഡ്സ്. അപ്പോൾ ഇത് രണ്ടും അക്വേറിയസ്, ലീബ്ര, ജെമിനി, സോഡിയാക് സൈൻ ആണ്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യാന്വേഷി എന്നൊക്കെ പറയില്ല. ഒരു കാര്യത്തിന് വേണ്ടി നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ അതിനകത്ത് വ്യതിചലിക്കുന്ന സ്വഭാവമില്ലാത്തൊരു എനർജിയാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ പുതിയൊരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാനുള്ള ഒരു ബ്ലോക്കായി കിടന്ന ഒരു സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ്, ഒരു ബന്ധം, ആ ബന്ധത്തിലേക്ക് പുതിയൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് രണ്ടാമത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതെന്ത് റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരാൾ മീൻസ് റിസൈൻ ചെയ്ത് പോയി, കുറേ നാൾ ബന്ധമില്ല, കോണ്ടാക്ട്സ് ഇല്ല, ഒന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സംശയം, ഇതെന്താണ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊരു ഡൗട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കുമ്പോൾ അത് ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. ഫ്രണ്ട്സ് തമ്മിലാവാം, കൊളീഗ്സ് ആവാം,
പഴയ ഒരു ശത്രു കോണ്ടാക്ട് വെക്കുന്നതാവാം, പഴയ ഒരു ശത്രു ഫ്രണ്ട് ആവാൻ ശ്രമിക്കുന്നതാവാം. മനസ്സിലായോ? എങ്ങനെയും ആവാം. മിണ്ടാതിരുന്ന ആൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സംസാരിച്ച് തുടങ്ങുന്നു. അപ്പോൾ ചില സംശയങ്ങൾ ഇതെന്തായിരിക്കും? നിങ്ങൾ കാരണം ജോലി ഉപേക്ഷിച്ച് പോയ ആളായിരിക്കാം, നിങ്ങൾ കാരണം ജോലി നഷ്ടപ്പെട്ട ആളായിരിക്കാം. മനസ്സിലായോ? എന്തായാലും എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? സംശയമുണ്ട്. എന്താണ്? മനസ്സിലായോ? ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. വളരെ ശോകമാണ് സിറ്റുവേഷൻ. മനസ്സിലായി? ഈഗോ, പ്രാരാബ്ദങ്ങൾ, ഒരാളെ ഉപേക്ഷിച്ച് പോയ പോലെ. ഒരാളുടെ ഈഗോ കൊണ്ടാണോ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ, ഇപ്പം നമ്മൾ തമ്മിലൊരു ഭയങ്കര, ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ലെവലിൽ അവർ നിൽക്കുകയാണ്, അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് ഈ പേഴ്സൺ ഒരു ലെവൽ 2-3 ലെവൽ ഹൈ അപ്പിലേക്ക് പോകുമ്പോൾ ഈ എനർജി, ഈ സ്ത്രീ എനർജി അല്ലെങ്കിൽ പുരുഷ എനർജി, മനസ്സിലായി, അതേ ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ മുകളിലേക്ക് പോയ ആൾക്ക് ഇത് പോരാ എന്നൊരു സംശയം, ഇതിലും ബെറ്റർ വേണമെന്നൊരാഗ്രഹം കൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയ ആരോ പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പോരാന്ന് വെച്ച് ഒരിക്കൽ ഒരു പാട്ടുകാരൻ, ഭയങ്കര ഫേമസ് പാട്ടുകാരൻ, നമ്മുടെ നാട്ടിലല്ല വേറൊരു നാട്ടിലെ ആൾ, അപ്പോൾ അയാൾ 2 വിവാഹം കഴിച്ചു, 2 ഭാര്യമാരുണ്ട്. അപ്പോൾ അയാളോട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അയാളോട് ചോദിച്ചു, നിങ്ങൾ രണ്ടാമത്തെ ഭാര്യ കുറച്ച് മോഡേൺ ആണ്, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്, ആദ്യത്തെ ഭാര്യ നാട്ടിൻ പുറത്തുകാരിയാണ്. അപ്പോൾ ഇയാളോട് ചോദിച്ചു, ഇയാളിപ്പോൾ ഭയങ്കര ഫേമസ് ആണ്, അപ്പോൾ ഇയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ത്രീയെ, ഇപ്പോഴത്തെ ഭാര്യയെ വിവാഹം കഴിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു, ആ സമയത്ത് ഞാൻ ആ ഒരു അധികം ഫേമസ് ആവാതിരുന്ന സമയത്താണ് എൻ്റെ ആദ്യത്തെ കല്യാണം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പല രാജ്യങ്ങളിൽ പോകണം, യാത്ര ചെയ്യണം, എനിക്ക് പല കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എനിക്ക് അതിന് ചേർന്ന ഒരു ഭാര്യ വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വിവാഹം. കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സങ്കടം തോന്നിയോ, ആദ്യത്തെ ഭാര്യയോട് നമുക്ക് സഹതാപം തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല. അപ്പം 2 പേരും ഒരുപോലെ പഠിക്കുന്നു, നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആവണം. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഡോക്ടർ ആവണം, 2 പേർക്കും ഡോക്ടർ ആവാനായി പഠിച്ചു. ഒരാൾ തോറ്റുപോയി. അപ്പോൾ ആദ്യം തന്നെ ഇവർ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്ലിനിക്ക് ഇടണം, നമുക്ക് 2 പേരും കൂടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം. അതൊക്കെ ഇയാൾ തോറ്റുപോയപ്പോൾ ഇയാളെ കൊണ്ടുള്ള ഗുണം മറ്റേ ആൾക്ക് കുറഞ്ഞു. അപ്പോൾ അതുപോലത്തെ ഒരു ഇതും കൂടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എക്സാം എഴുതാൻ നോക്കിയിട്ട് പാസ്സാവുന്നില്ല. മനസ്സിലായി? അപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരേ ലെവലിലെത്തില്ലെങ്കിൽ എൻ്റെ സമയം കഴിഞ്ഞു പോവുകയാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, നീ സോറി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പോയ ഒരാളെ പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾ സ്വയം നിങ്ങളുടെ വഴി വെട്ടി നിങ്ങൾ തന്നെ കണ്ടെത്തി. അപ്പോൾ പക്ഷെ നിങ്ങളുടെ സന്തോഷമെല്ലാം നശിച്ചു പോയി. കാരണം ഈ പേഴ്സണിലുള്ള വിശ്വാസം, ഈ പേഴ്സണുമായിട്ട് നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. കാരണം ഒരാൾ മറ്റേയാളെ ഉപേക്ഷിച്ചു, അയാളുടെ കഷ്ടസമയത്ത് സഹായിച്ചില്ല. ഇയാൾക്ക് നല്ലത് വന്നപ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് സോറിയും പറഞ്ഞ് മുങ്ങി. അതിൻ്റെ ഒരു ശോക സിറ്റുവേഷനാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്, റിലേഷൻഷിപ്പിൽ. കേട്ടോ, പൈസീസ്, ക്യാൻസർ, പൈസസ്, സ്ട്രോങ് ആയിട്ട് പൈസസ് വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? നിങ്ങൾ കുറേ ഫിനാൻഷ്യൽ ലോസ്, നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പൈസ എല്ലാം നഷ്ടപ്പെട്ടു, നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയ, ചിലപ്പോൾ നിങ്ങൾ ഈ പൈസ മുഴുവൻ ചിലവാക്കിയത് ഈ പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കാം. മനസ്സിലായോ?
അപ്പോൾ ഒരാൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമെന്ന് ഈ പേഴ്സൺ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയതാവാം. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഞാൻ പോരാ ഈ പേഴ്സൺ. കാരണം ഇപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ആംബീഷ്യസ് ആണ്, അപ്പോൾ എനിക്ക് അതിനൊപ്പം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ ഈ പേഴ്സൻ്റെ ഒപ്പം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ തലവേദനയാവും. അതുകൊണ്ട് നമുക്കിപ്പം തന്നെ ഇത് മുളയിലെ നുള്ളിക്കളയാം എന്നൊരു ചിന്തയുള്ള പോലെ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണിന് വേണ്ടി എല്ലാ പഴയ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നിങ്ങൾ കുറേ പൈസ, അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ ആയിരിക്കും റിലേഷൻഷിപ്പിലേക്ക് പോയത്. എന്തായാലും നിങ്ങളുടെ കഷ്ടകാല സമയത്ത് ഈ പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ നിങ്ങൾ അതല്ല പ്രതീക്ഷിച്ചിരുന്നത്. നിങ്ങൾ ഫിനാൻഷ്യൽ ലോസ് വരുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. ഭയങ്കര ഇൻസെക്യൂർഡായിരുന്നു നിങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിന്നില്ല എന്നും കാണിക്കുന്നുണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ അബാൻഡൻ ചെയ്ത് നിങ്ങൾ ഉപേക്ഷിച്ച് പോയി. നിങ്ങൾക്ക് കുറേ പണനഷ്ടം ഉണ്ടായിരുന്നു, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ പോലെ. അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഈ പേഴ്സണെ സഹായിച്ചത് മുഴുവൻ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു താങ്ങും തണലും ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. അങ്ങനെയല്ല സംഭവിച്ചത്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല. ഇനി ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ പേഴ്സണ് പെട്ടെന്ന് വളരെ ആംബീഷ്യസ് ആണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഇത് നെഗറ്റീവ് കാർഡ്സ് വരുന്നതുണ്ടോ? പോസിറ്റീവാണ്, ഇഷ്ടംപോലെ കാർഡുണ്ട്, പക്ഷെ വരുന്നത് മുഴുവൻ നെഗറ്റീവ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഒരു എന്താ പറയുക ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വീക്കായ ഒരു ക്യാരക്ടറാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സണ് കുറേ ആംബീഷൻ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സണൊരു സപ്പോർട്ട് ആവണം. നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം ഈ പേഴ്സണെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായിരുന്നു ഈ പേഴ്സൻ്റെ ഉദ്ദേശം. പക്ഷെ നിങ്ങളുടെ കൂടെ കൂടിയപ്പോൾ നിങ്ങൾ പുറകിലേക്ക് വലിയുന്ന ഒരു എനർജി, നിങ്ങൾ അത്ര ആംബിഷ്യസ് അല്ലാതിരുന്നതുകൊണ്ട് ഈ പേഴ്സണിന് മുമ്പോട്ട് പോകാനുള്ള വഴിയും നിങ്ങൾ പതുക്കെ അത് ബ്ലോക്ക് ചെയ്ത പോലെ ഈ പേഴ്സണ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സണും സ്ലോ ആയി. ഓൾറെഡി വീക്കായ ഒരാൾ നിങ്ങൾ മീൻസ് ഒരു അത്ര ആംബീഷ്യസ് അല്ലാതിരുന്നതുകൊണ്ട് പേഴ്സൺ വീക്കാണ്, പക്ഷെ ഭയങ്കര ആംബീഷ്യസ് ആണ്. അപ്പം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫിനാൻഷ്യലിയൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആയ എനർജിയാണ്. പക്ഷേ നിങ്ങളുടെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ എല്ലാം ലോസായി, നിങ്ങൾ നെഗറ്റീവ് ഇതിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഈ പേഴ്സൻ്റെ ആംബീഷ്യസ് ആയ ഈ പേഴ്സണ് നിങ്ങളൊരു താങ്ങാവുമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല. അപ്പോൾ ഒരു തിരിച്ചറിവ് വന്നു ഈ പേഴ്സണ്. നിങ്ങളുടെ കൂടെ കൂടിയാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല, നിങ്ങൾ ഈ പേഴ്സണെ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കും അന്നൊരു ചിന്ത വന്നിരുന്നു ഈ പേഴ്സൺ. അതുകൊണ്ടാണ് ആ ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നത്. എന്താണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് സോഡിയാക് സൈൻ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും ഉദ്ദേശം രണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേർക്കും സപ്പോർട്ടായിട്ട് വന്നില്ല. ഓക്കെ, ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവരോടുള്ള ഫീലിങ്സ്? ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഈ എന്താ പറയുക നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരണം. ഇത് കണ്ടോ, മുഴുവനും പോസിറ്റീവ് കാർഡ്സ് ഉണ്ട്, പക്ഷെ വരുന്നത് മുഴുവൻ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പേഴ്സണോട് സ്നേഹമൊന്നുമില്ല. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പം പണ്ടെങ്ങോ നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിച്ചിരുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഇല്ല. ഇത് ജെമിനായ് സോഡിയാക് സൈൻ ആണ്. നിങ്ങളുടെ സ്നേഹമെല്ലാം പോയി ഈ പേഴ്സണോട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഇതെന്താണ് പരിപാടി? ഈ പേഴ്സൺ വളരെ സക്സസ്ഫുൾ ആണ്. ഇപ്പോൾ പേഴ്സൺ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു. അത് എങ്ങനെ നടന്നു എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ പേഴ്സൺ ഭയങ്കര സക്സസ്ഫുൾ ആണ്. പക്ഷേ നിങ്ങളിൽ നിന്ന് അകന്നപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ഈ പേഴ്സണിൽ നിന്ന് അകന്നു. നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള സ്നേഹമെല്ലാം പോയി. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇനി എന്താണ് ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? പേഴ്സണ് കുറ്റബോധമാണ് നിങ്ങളോട്. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അതൊരു ഇമ്പൾസീവ് ആക്റ്റാണ്. പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. ചിലർ ഭയങ്കര ഇമ്പൾസീവ്, പ്രത്യേകിച്ച് ഇത് അക്വേറിയസ്, ലീബ്ര, ജെമിനായി ആണ്. ഈ എയർ സൈൻസ് എപ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇമോഷൻ്റെ പുറത്ത് തീരുമാനം എടുക്കും. പെട്ടെന്ന് തീരുമാനം, ലോജിക്കലും പ്രാക്ടിക്കലുമാണ്. പക്ഷേ റിലേഷൻഷിപ്പ് വരുമ്പോൾ അവർ ഭയങ്കര ഇമോഷണൽ. അപ്പോൾ പെട്ടെന്നൊരു തോന്നൽ, എനിക്ക് കോൺടാക്ട് ചെയ്യണം, ഞാൻ അങ്ങ് കോൺടാക്ട് ചെയ്യണം നിങ്ങളെ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു പ്ലാനിങ്ങും ഇല്ല ഈ പേഴ്സൺ. ഒരു കുറ്റബോധത്തിൻ്റെ മുകളിലാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കുന്നത്.
അപ്പോൾ കാരണം ഈ ഒരു നിങ്ങളെ ചതിച്ചു, നിങ്ങളുടെ ആ സമയം നിങ്ങൾ കൊടുത്ത ആ സ്നേഹം തിരിച്ചു തന്നില്ല, നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നൊരു ബോധം ഈ പേഴ്സൺ ഉള്ളത് കൊണ്ട് പേഴ്സൺ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. മനസ്സിലായി? പേഴ്സണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെ എന്തൊക്കെയോ കുറവ് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത്, അത് തിരുത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? എങ്ങോട്ടാണ് ഇത് പോകുന്നത്? എങ്ങോട്ടാണ് റിലേഷൻഷിപ്പ് പോകുന്നത്? ഈ ഒരു സിറ്റുവേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ചേടാ, പിന്നെയും നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. ഈ റിലേഷൻഷിപ്പ് വലിയ ഗുണമില്ല. ഓക്കെ, ഇമ്പൾസീവ്നെസ് കണ്ടോ? ഇത് എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഫ്രണ്ട്സുമായിട്ട് കൂടി കുറേ വർഷങ്ങളായിട്ട് മീറ്റ് ചെയ്യാത്തവരെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടി എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിട്ടുള്ള ഡിസ്കഷൻ വന്നു. നിങ്ങൾ എവിടെയാണെന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ ഈ പേഴ്സൺ അറിയില്ല. മനസ്സിലായി? അങ്ങനെ ഡിസ്കഷൻ വന്നപ്പോൾ അവിടെ ഒരു സംസാരം വന്നപ്പോഴാണ് ഈ പേഴ്സണ്, അപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, നീ ചെയ്തത് ശരിയല്ല. എല്ലാവരും വെള്ളത്തിലാണ്, എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നീ ചെയ്തത് ശരിയായില്ല, നിന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ്, ആ ആവശ്യം വന്നപ്പോൾ നീ ഇപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനല്ല, മീൻസ് നീ നല്ല സിറ്റുവേഷനിലാണ്, അപ്പം നീ അന്വേഷിക്കേണ്ടതാണ് ആ കുട്ടി എങ്ങനത്തെ സിറ്റുവേഷനിലാണ് എന്നൊക്കെ നീ അന്വേഷിക്കണം. അപ്പോൾ ഈ പേഴ്സണ് ഉള്ളിലുള്ള കുറ്റബോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട്. ഇവിടെ സ്നേഹമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുമല്ല, ഒരു എന്താ പറയുക, ഈ പേഴ്സൻ്റെ സമനില മീൻസ് നമുക്കൊരു കുറ്റബോധം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഡയലോഗില്ലേ മോഹൻലാലിൻ്റെ സിനിമയിലെ മോഹൻലാൽ പറയുന്നതാണ്, കുറ്റബോധം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കുമോ എന്നൊക്കെ ഒരു ഡയലോഗുണ്ട്. അപ്പം അതുപോലെ അപ്പോൾ ആ പേഴ്സൺ ഒരു കുറ്റബോധത്തിലാണ്. ഇത് റെക്ടിഫൈ ചെയ്യണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് എവിടെയാണെന്ന് അറിയണം, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഈ പേഴ്സൺ ഇപ്പോൾ അയച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയക്കാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ ഇതൊരു വിവാഹത്തിലേക്ക് പോകാനോ ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകാനോ ഉള്ള ഒന്നുമില്ല. ഇവിടെ ലവ് ഒന്നും കാണിച്ചില്ല. ഇവിടെ ഒരു കുറ്റബോധത്തിൻ്റെ പുറത്തോ ഇമ്പൾസീവായിട്ട് ഒരാൾ ഒരു സമയത്തെ തോന്നലിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താണ്, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇത് വേറെ എവിടേക്കും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാപ്രിക്കോൺ, പിന്നെ എല്ലാ സോഡിയക് സൈനും ഉണ്ട് ഇവിടെ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി എല്ലാവരും ഉണ്ട്. ജെമിനി ഉണ്ട് ഇവിടെ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പൈസീസ്, ക്യാൻസർ, ഇത്രയുമാണ് സോഡിയക് സൈൻ ഇവിടെ കണ്ടത് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഈ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജസ് വേണം. Shivaya, Om Namah 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 Shivaya. Om Namah Shivaya, Om Namah Shivaya, Bhavani. Wisdom, listen to your inner voice. നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നുണ്ട്, ഇൻറ്റ്യൂഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്കൊരു വഴി കാണിച്ചു തരണേന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ദൈവം ഒരു മനുഷ്യനെ പോലെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ഈ വഴി പൊക്കോ കേട്ടോ, ഇതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുന്നില്ല. ദൈവം പറയില്ല അത്. അപ്പം നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് തോന്നലുകൾ വരുന്നത് ദൈവമായിട്ട് കാണിച്ചു തരുന്ന വഴികളാണെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്, എന്തോ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര ഒബ്സെസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷമിക്കാനും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാനും ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ ഭയങ്കര ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലെൻസ് ചെയ്യണം, ടോക്സിസിറ്റി മാറ്റണം. അതിനാണ് ദൈവം പറയുന്നത് ടോക്സിക് ഒബ്സഷൻ. മനസ്സിലായോ? ഇത് രണ്ടും കൊള്ളൂല്ലാത്ത കാഴ്ചയാണ് ഓറക്കിൾ മെസ്സേജസ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. വളരെ ടോക്സിക് ആണ്, പക്ഷെ നിങ്ങൾ ആ ടോക്സിക് സിറ്റുവേഷനോട് ഭയങ്കര ഒബ്സെസ്ഡ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് അത് ഊരി പോരാൻ പറ്റുന്നില്ല ആ സിറ്റുവേഷനിൽ നിന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ്റെ ഓവറോൾ എനർജി 3 ഓഫ് കപ്സ് റിവേഴ്സാണ്. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയ പോലെ. നല്ലൊരു സൗഹൃദം അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു, നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്ന, വളരെയധികം നിങ്ങൾ രണ്ടുപേരുടെയും കമ്പനി നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാവുമ്പോൾ ഭയങ്കരമായ സന്തോഷം ഉണ്ടാകുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. എന്തോ ഒരു കാര്യം നടന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ ചില സമയത്ത് സില്ലിയാണ്, ചില സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോകുമ്പോൾ ആരാണ് പൈസ കൂടുതൽ ചിലവാക്കുന്നത്, ആരാണ് കുറച്ച് ചിലവാക്കുന്നത്, ആരാണ് മറ്റുള്ളവരെ കളിയാക്കുന്നത്, ആരാണ് കളിയാക്കാത്തത്, ഇതൊക്കെ കൊണ്ടിട്ടും ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചില ഫ്രണ്ട്സ് ഉണ്ട് നമ്മളെ കളിയാക്കും പബ്ലിക്കായിട്ട്, മനസ്സിലായോ? ഭയങ്കര നമുക്ക് ഹേർട്ട് ചെയ്യും, പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അവർ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ അവർക്ക് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്ക് അവരെ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് അവർ മനസ്സിലാക്കി അത് അവരുടെ സ്വഭാവം മാറ്റുമെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും അവർ മാറ്റാറില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്ന് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിനാണ് കാണിക്കുന്നത്. നോളജാണ് ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ബ്ലാക്ക് മാജിക്, മാനിഫെസ്റ്റേഷൻ, ഇതൊക്കെ പറയും. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ, ഒരു ഓപ്ഷൻ എടുത്തപ്പോൾ ഒരാൾ മറ്റേയാളെ ഉപേക്ഷിച്ച പോലെ ഒരു ഓപ്ഷൻ, 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് കൂടി വന്നപ്പോൾ ചിലപ്പോൾ നമുക്ക് മറ്റേയാളെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല, അങ്ങനെയും ആവാം. 2 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ ജഗിൾ ചെയ്യുക എന്നുവെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ മൾട്ടി ടാസ്കിങ് ആണ് ജഗിളിങ്. അത് അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നതിലൊരു കൺഫ്യൂഷൻ വന്ന പോലെ കാണിക്കുന്നത്. ഇത് വെർഗോ പൈസസ് ആണിത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത്രയും സോഡിയക് സൈനാണ് ഇവിടെ വന്നത്. ഒരു ഇൻറ്റ്യൂട്ടീവ് എനർജിയാണ് ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിലിജിയൻ, ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ഒരു എനർജി. ചിലരുണ്ടല്ലോ എപ്പോഴും ദൈവത്തിനെ കുറിച്ച് സംസാരിക്കുന്നവര്, ഞാൻ ചിലര് ദൈവത്തിനെ കുറിച്ച് സംസാരിക്കും, അപ്പൊ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനെയും പ്രശ്നം ഉണ്ടാവാറുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഏത് നേരം ദൈവത്തിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താ? മനസ്സിലായോ? എന്ത് കാര്യം വന്നാലും അത് ഡയറക്റ്റ് ചെയ്ത് ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്ന അവരെ ചിലപ്പോൾ മിക്കവർക്കും ഇഷ്ടമില്ലായിരിക്കും, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല എന്നായിരിക്കുണ്ടാവും, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഭയങ്കര ദേഷ്യമുണ്ട്, ഇവിടെ കുറേ ദേഷ്യത്തിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ, ക്ഷമയില്ലാതെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരു എൻഡ് ഉണ്ടായിട്ടുണ്ട്, ഒരു വിക്ടറി, പിന്നെ ഒരു ബേർഡൻ, പിന്നെ ഒരു ഫെമിലിയാരിറ്റി. പഴയ ഫ്രണ്ട്ഷിപ്പൊക്കെ പുതുക്കി കൊണ്ടുവരുന്നുണ്ടായിരിക്കുമോ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു, ഭയങ്കര ദേഷ്യം, റിലേഷൻഷിപ്പ് അവസാനിച്ചതിൻ്റെ ദേഷ്യം. അപ്പോൾ ആ പേഴ്സൺ തിരിച്ചു വരട്ടെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, എനിക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വളരെ സങ്കടമുണ്ട്, ഇത് അവസാനിച്ചു, ഇനി ഞാൻ കണക്ഷനിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോ ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ
പക്ഷെ അതേസമയം റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ്, ഒരു സ്ഥാനം അവസാനിച്ചു, പക്ഷെ പ്രോഗ്രസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പ് വളരെ പഴയ ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് എത്രയൊക്കെ ദേഷ്യം ഉണ്ടായാലും എത്രയൊക്കെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായാലും ഇത് അവസാനിച്ചാലും അതിൽ നിന്ന് വിട്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് വളരെയധികം വേദനയുണ്ട്, പക്ഷേ എന്നാൽ ദേഷ്യമുണ്ട്, വൈരാഗ്യമുണ്ട്, ഇത് പോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അയ്യോ ഇത് പോയാൽ എന്ത് ചെയ്യും, ഇത് പോകരുത് എന്ന് വിചാരിക്കുന്ന ഒരു എനർജി. വളരെ ബുദ്ധിമുട്ടാണ് റിലേഷൻഷിപ്പ്, വളരെയധികം ഈഗോ ഉള്ള ആളാണ്. പക്ഷെ എന്നാലും പോയാൽ പോവണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. ആരാണ് ചിന്തിക്കുന്നത് അറിയില്ല. സ്കോർപ്പിയോ ആണ് ഇവിടെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഈ റിലേഷൻഷിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾക്ക്. ഒരു തീരുമാനം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ, നിങ്ങളൊന്ന് സെറ്റിൽ ആവണം. അപ്പോൾ ഈ പേഴ്സൺ ദൈവത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവിശ്വാസമുള്ള ആളായിരിക്കാം. ദൈവവിശ്വാസം ഉണ്ടെങ്കിലും നമ്മൾ ദൈവത്തിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിനെക്കുറിച്ച് വാതോരാതെ പറയുന്നവരെല്ലാം ദൈവവിശ്വാസം ഉള്ളവരാണെന്ന് പറയാൻ പറ്റില്ല, അല്ലേ? ആരും, ഞാനും, മനസ്സിലായോ? അപ്പോൾ ഇടയ്ക്കെങ്കിലും നമുക്ക് ദൈവത്തിൽ ഒരു സംശയം തോന്നും. ദൈവം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം നടത്താൻ പോകുമ്പോൾ നടക്കുമോ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നാൽ നടക്കുമോ, നടക്കുന്നത് വരെ നടക്കുമോ എന്ന് ടെൻഷൻ. ആ വിശ്വാസമുണ്ട്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും, എന്നാലും ഈ സംശയം ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്, പക്ഷേ നിങ്ങൾക്ക് കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഭയങ്കര കേപ്പബിൾ ആണ്. അപ്പോൾ ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ, കോൺടാക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലും അത് മുല്ലപ്പൂമ്പൊടി കെട്ടി കിടക്കും ആ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾക്കും കുറച്ച് സെൽഫ് ഡിസിപ്ലിൻ വരും, നിങ്ങളുടെ ജീവിതത്തിലൊരു ചിട്ട വരും. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുണ്ട്, പക്ഷേ ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ എപ്പോഴും ഇൻഡിസൈസീവ് ആണ്. ഏതെടുക്കണം എന്നറിയില്ല. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ത്രാസ് പൊങ്ങിയും താങ്ങും, അല്ലെങ്കിൽ ബാലൻസ് കൊണ്ടുവന്ന് വെച്ചാൽ എപ്പോഴും പൊങ്ങിയും താങ്ങും ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ഇതാണ് ശരി, ചില സമയത്ത് അതാണ് ശരി. അപ്പം അങ്ങനെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചാൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരും ലൈഫിൽ. നിങ്ങൾ കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആവും, കുറച്ചും കൂടെ കാര്യപ്രാപ്തി വരുമെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കയറുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇതെന്താ ഇത്? ചേടാ. ഓക്കെ, അവരുടെ ഉദ്ദേശം വെച്ചാൽ അവർ സ്ട്രഗിൾ ചെയ്യാൻ, മീൻസ് അവർക്ക് അങ്ങനെ ആരെയും കൺട്രോൾ ചെയ്യണമെന്നോ അവർക്ക് വലിയ ഫ്യൂച്ചർ പ്ലാനൊന്നും ഇല്ലാത്തൊരു എനർജി ആയിരുന്നു. അവർ ഭയങ്കര ഈസി ഗോ ലക്കി ആളുകളാണ്, മനസ്സിലായോ? കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അവരത്ര ഹാർഡ് വർക്കിംഗ് ഒന്നുമല്ല. അവർ ഭയങ്കര ഫ്ലെക്സിബിളായ ആളുകളാണ്. നിങ്ങളുടെ ഈ പേഴ്സൺ വളരെ ഫ്ലെക്സിബിളായ ആളാണ്. അതുപോലെ തന്നെ ആരെയും കൺട്രോൾ ചെയ്യാനൊന്നും ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. ലോങ് ടേം പ്ലാനൊന്നും ഇല്ല. പോണത് പോലെ പോട്ടെ, ചിലരങ്ങനെയല്ലേ, പോണത് പോലെ. അപ്പം നമുക്ക് അവരെ കാണുമ്പോൾ അസൂയാവും. കാരണം നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവർക്ക് അങ്ങനെയല്ല, എങ്ങനെയും ചെയ്യാൻ, കാര്യം നടക്കണമെന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ ഈ എനർജി കാണുമ്പോൾ നിങ്ങൾക്ക് അവർ ഭയങ്കര ലൈവ്ലിയാണ്, ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഇവരോട് അട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു എനർജി കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ഇവർ പക്ഷേ നിങ്ങളുമായിട്ടുള്ള എനർജി. അപ്പം നിങ്ങളുടെ കൂടെ ഈ പേഴ്സൺ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ പോയെന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിനും ഈ പേഴ്സണിന് ലോങ് ടേം പ്ലാൻ ഇല്ല. ഈ പേഴ്സൺ പൊങ്ങുതടി പോലെയാണ്, ഒഴുക്കിനൊപ്പം പോകുന്ന ഒരു എനർജിയാണ്. ഒരു സ്ഥലത്തും കയറി സ്റ്റക്ക് ആവാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് തന്നെയായിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം. നിങ്ങളുമായിട്ട് സ്റ്റക്ക് ആവണമെന്ന് ഈ പേഴ്സൺ ഉദ്ദേശിച്ചിട്ടില്ല, മനസ്സിലായോ? ഈസി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പം നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ നമ്മൾക്ക് ഭയങ്കര സ്ട്രോങ് ആയവരെ കൺട്രോൾ ചെയ്യാനാണ് ഒരു ഇത് വരിക. നോർമലായ ആളുകളെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാം. നമ്മളുടെ കൺട്രോളിൽ നമ്മൾ പറയാതെ തന്നെ നിൽക്കുന്നവരെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. അതായിരുന്നു ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം. സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല നിങ്ങളുടെ കൂടെ എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചത്. പക്ഷെ എന്നാലും ലോങ് ടേം പ്ലാൻ ഇല്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇറങ്ങി പോകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്?
ഇപ്പം എന്താണ് ഫീലിങ്സ്? എന്താ ഇത്? ഓക്കെ, ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഇവരോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ കുറേ പോസിറ്റീവ് എനർജിയും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടവർ മൊമെൻറ്റ്, ഒരു ചേഞ്ച് ഉണ്ടായപ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഈ ചേഞ്ച് നിങ്ങൾക്ക് മറ്റുള്ളവരിലുള്ള വിശ്വാസം നശിപ്പിച്ചു. എല്ലാവരെയും നിങ്ങൾക്ക് വിശ്വാസമായിരുന്നു, പക്ഷേ നിങ്ങളെ ഈ പേഴ്സൺ ഒരു വിലയില്ലാതെ ഒരു ഇതാക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള വിശ്വാസം പോയി. ഇവിടെ നിങ്ങൾ ഈ ഹെറോഫാൻഡ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് ബിലീഫ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ബിലീഫ് ഫോളോ ചെയ്യുമ്പോൾ ഇവിടെ ഹൈ പ്രീസ്റ്റസും ഉണ്ട്, ഹെറോഫാൻഡും ഉണ്ട്. അപ്പോൾ ഇത് ഹസ്ബൻഡ് വൈഫാണോ? എന്തായാലും അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. ചിലപ്പോൾ നിങ്ങളൊരു വിശ്വാസം, രണ്ടുപേരും ഒരേപോലെ ഒരേ റിലിജനിലുള്ളവർ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ഒരേ റിലിജൻ ആണല്ലോ, അപ്പോൾ പ്രശ്നങ്ങളില്ല. ഈ പേഴ്സൻ്റെ വിശ്വാസങ്ങളിൽ നിങ്ങൾ കൂടിച്ചേരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പേഴ്സണുമായിട്ടുള്ള അടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് റിലിജ്യൻ. അപ്പോൾ ഈ പറയുന്നതെല്ലാം തെറ്റാണോ? ഈ പേഴ്സണ് വിവാഹ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണോ? ഇങ്ങനെയല്ലല്ലോ ഞാൻ പഠിച്ചത് എന്നൊക്കെ ഒരു സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ പേഴ്സണുള്ള ഫീലിങ്സ് അതാണ്. അപ്പോൾ എൻ്റെ വിശ്വാസങ്ങളൊക്കെ തെറ്റായിരുന്നോ എന്ന് ഈ പേഴ്സണായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേ ചിന്തിക്കാനുള്ള വഴി ഉണ്ടായി. നമ്മൾ ഈ കാണുന്നതല്ല ജീവിതം, ഇതിനപ്പുറം എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ്, പുതിയ ഒരു ലോകം തുറന്നു തന്നിട്ടുണ്ട് ഈ പേഴ്സൺ. പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ, ഈ പേഴ്സൺ നിങ്ങൾ വിചാരിച്ച പോലെ ഒരാളല്ല. പക്ഷേ ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ മാരീഡ് ആണെങ്കിലും ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നില്ല നിങ്ങൾ തമ്മിൽ. ആ ഒരു നമ്മളോട് റിലിജ്യൻ പറയുന്ന ഭർത്താവിൻ്റെ പറയുന്നത് കേട്ട് ജീവിക്കണം. അപ്പം വിവാഹത്തിൻ്റെ സമയത്തും നമ്മൾ ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിൽ വിവാഹ സമയത്ത് ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, ഭാര്യ ഭർത്താവ് പറയുന്ന അനുസരിച്ച് ജീവിക്കണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിലും അതാണ് വിശ്വാസം. അത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ കയറുന്നത്. പക്ഷെ നമ്മൾ ഭർത്താവ് നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് കിട്ടാതെ വരുമ്പോൾ നമ്മളുടെ സംശയം, ഇതെന്താണ്, ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ പഠിച്ചത്, നമ്മൾ കണ്ടിട്ടുള്ള ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ്, പുതിയ വ്യൂസ് തരുന്നുണ്ട്. ഓക്കെ, സ്കോർപിയോ ഉണ്ട്, ടോറസ് ഉണ്ട്. ഇവിടെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? അവർ പൈസയുടെ പുറകെയാണോ നടക്കുന്നത്? ഇത് ഭയങ്കര ലക്ഷറി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. ലൈഫ് ഒരു സെലിബ്രേഷൻ ആണെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനെതിരെതിരാണ്. നമ്മൾ റിലിജ്യൻ പഠിപ്പിക്കുന്നത് വളരെ മിതമായ ചിലവ് ചെയ്യുക, വസ്ത്രം, ഭക്ഷണമൊക്കെ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കണം എന്നല്ല പഠിപ്പിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ശരീരത്തിനെ മറയ്ക്കാൻ വേണ്ടി ഡ്രസ്സ് ധരിക്കുക, മനസ്സിലായി, അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു എനർജിയേ അല്ല. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര സെലിബ്രേഷൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു പേഴ്സൻ്റെ ഇതെന്ന് വെച്ചാൽ നിങ്ങളെ ആ പേഴ്സൺ വിട്ട് കളഞ്ഞേക്കാണ്. കാരണം നിങ്ങൾ ഭയങ്കര റിലീജിയസ് ആണ്. ഈ പേഴ്സൺ ഒട്ടും റിലീജിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യേണ്ട ഒരാൾ ഭയങ്കര എക്സ്ട്രാവഗൻ്റായ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. വെള്ളവടിയുണ്ട്, പാർട്ടി ഇതുണ്ട്, ഭയങ്കര വില കൂടിയ വണ്ടി, വില കൂടിയ വീട്, വില കൂടിയ ഡ്രസ്സുകൾ, വില കൂടിയ ഫോൺ, എല്ലാം വില കൂടിയ ഒരിത്. അപ്പം നിങ്ങളതിന് എതിര് പറയുമ്പോൾ ഈ പേഴ്സൺ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നിങ്ങളുമായിട്ട് മാനസികമായിട്ട് ഈ പേഴ്സൺ അകന്നാണ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ലാന്ന്. കാരണം രണ്ടുപേരും രണ്ട് ലോകത്താണ്. നിങ്ങളുടെ ലോകത്ത് ജീവിക്കേണ്ട ആളാണിത്, പക്ഷെ നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ലോകത്താണ് ഈ പേഴ്സൺ ജീവിക്കുന്നത്. ജീവിത രീതി വ്യത്യാസമുണ്ട്.
നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്കത് ഓക്കെ ഇങ്ങനെയും ജീവിക്കാമെന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കോൺസെപ്റ്റുമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൺ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഗ്രീഡിയായ ഒരാളാണ്. അപ്പോൾ ചെറുപ്പത്തിലെ വളരെ അച്ചടക്കത്തിൽ ജനിച്ച് വളർന്ന ഒരു എനർജി പ്രായമായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ, ലോകം അറിയാൻ തുടങ്ങിയപ്പോൾ, ഇങ്ങനെയും കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിലേക്ക് കാൽ വഴുതി വീണ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പം നിങ്ങൾ പക്ഷേ ജനിച്ച് വളർന്ന അതേ രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ പേഴ്സൺ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പം ഇതെങ്ങോട്ടാണ് ഈ റിലേഷൻഷിപ്പ് പോകുന്നത്? എങ്ങോട്ടാണ് റിലേഷൻഷിപ്പ് പോകുന്നത്? ഒരു എന്താ പറയുക, 2 of Cups റിവേഴ്സാണ് വന്നേക്കുന്നത്. ഇത് ഇവിടെ ഒരു ഹാർമണി, ഇവിടെ ഒരു കൂടിച്ചേരൽ ഉണ്ടാവില്ല. നിങ്ങൾ സഹകരണത്തോടെ പോകും. കാരണം ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു കമ്മിറ്റഡ് സിറ്റുവേഷൻ. കാര്യം ഭാര്യയും ഭർത്താവും ആണ്. കാരണം ഇത് റിലിജ്യൻ, വളരെ സ്ട്രിക്റ്റ് ആയ റിലിജ്യൻ ഫോളോ ചെയ്യുന്ന 2 ഫാമിലീസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു യൂണിറ്റി ഇല്ലെങ്കിലും നിങ്ങൾ സഹകരിച്ച് മുമ്പോട്ട് പോകേണ്ടി വരും. സഹകരിച്ച് മുമ്പോട്ട് പോകും. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല റിലേഷൻഷിപ്പിൽ നിന്ന്. അപ്പോൾ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ 2 പേരും, ചിലപ്പോൾ 2 പേരും അവരവരുടെ ലോകത്തായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. സ്നേഹമില്ലെങ്കിലും പിന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. പിന്നെ നമ്മൾ എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അതും ഒരു വഴിയാണ്. സ്കോർപ്പിയോ സ്ട്രോങ് ആണ് ഇവിടെ. ഏരീസ് ഉണ്ട്, ടോറസ് ഉണ്ട്, പിന്നെ പിന്നെയും സ്കോർപ്പിയോ. ഇവിടെ സ്കോർപ്പിയോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം സ്കോർപ്പിയോ സോഡിയാക്സ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര റിലീജിയസ് ആണ്. എല്ലാത്തിനെക്കുറിച്ചും കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ നോക്കും. ദൈവവിശ്വാസം അല്ലെങ്കിൽ റിലിജനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന എനർജീസ് മെജോറിറ്റിയും സ്കോർപ്പിയോ ആയിരിക്കും. റിലിജനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ വിശ്വാസമുള്ളവരും. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഇപ്പോൾ ഒക്കൾട്ട്, ബ്ലാക്ക് മാജിക്, അതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ സ്കോർപ്പിയൻസ് കൂടുതലും സ്കോർപ്പിയൻസ് ആയിരിക്കും ആ ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്നത്. അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു റീഡിങ്ങിൽ സ്കോർപ്പിയൻ കൂടുതലായിട്ട് വന്നത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പം അതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ നിമിഷം വരെ എൻ്റെ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കണ്ട എല്ലാവർക്കും, വളരെ ക്ഷമയോടെ ഇരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് തരണം കേട്ടോ. എന്നുവെച്ചാൽ റീഡിങ് എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിലേ പോകാറുണ്ട്. കാരണം എനിക്ക് എനർജി ഏതൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തൊക്കെയാണ് കാണുന്നതെന്നറിയില്ല. ഇനിയിപ്പോൾ ഈ കാർഡ് എടുത്ത് അതുപോലെ തന്നെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവില്ല എന്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജി ഭയങ്കര ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.